എന്നും നേരിടുന്ന ഒരു ക്വസ്റ്റ്യനാണ് കുട്ടികളുടെ കഴിവ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്. വളരെ സൂപ്പറായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ജനിക്കുമ്പോൾ മുതൽ അവൻ്റെ ചലനത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്. ഇഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സൊല്യൂഷൻ. പക്ഷേ അത് അവൻ്റെ ഏത് തരം കഴിവുകളെ അടിസ്ഥാനപ്പെടുത്തി ഈ 3 മണിക്കൂറിലെ മാർക്കുകളിൽ ഒതുങ്ങുന്ന ഒരു അഭിപ്രായമാണോ അല്ലെങ്കിൽ അതിലൊതുങ്ങുന്ന ഒരു ഫ്യൂച്ചറാണോ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത്? ആ പരീക്ഷ ഹോളിൽ അവൻ്റെ ഇമോഷൻ ശരിയല്ല, അവൻ്റെ ഡൈജഷൻ ശരിയല്ല, കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടായി, സ്ട്രെസ് ഉണ്ടായെങ്കിൽ അവന് പ്രകടിപ്പിക്കാൻ പറ്റുന്ന കഴിവുകളിൽ കുറേ കുറഞ്ഞു പോകും. ഇതേ സമയം തന്നെ 9 ടൈപ്സ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. അതേപോലെ തന്നെ 4 ടൈപ്പ് ഓഫ് ബ്രെയിൻ്റെ സ്ട്രെസ് ഫോർമാറ്റുകളുണ്ട്. ഇത് രണ്ടിനെയും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി വേർതിരിച്ചുകൊണ്ട് കുട്ടിയുടെ കഴിവിനെ നിങ്ങൾ കണ്ടെത്തുന്ന കഴിവിലേക്ക്, അതിൻ്റെ ബ്യൂട്ടിയിലേക്ക്, ആ ഗോളിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് ഒരു പർവ്വതം കയറുമ്പം ഇടയ്ക്കിടയ്ക്കൊരു ലാപ്പ് ഓഫ് റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റ് എടുക്കുമ്പം അവൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ പർവ്വതത്തിൻ്റെ പീക്കിലാണ്, ആ പീക്കിലേക്കുള്ള നോട്ടമാണ്. അതാണ് അവനെ എത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ഓരോ കുഞ്ഞിലും ഇപ്പം മെമ്മറി കുറവുള്ള കുട്ടിയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പീക്ക് ബിൽഡ് ചെയ്ത് അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനോടൊരു ഗോളുണ്ട്. ടെൻഷൻ വരുമ്പം, സങ്കടം വരുമ്പം അവനിങ്ങനെ നോക്കാനൊരു ഗോള്, ആ ഗോള് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇവൻ്റെ ഇൻ്റലക്ച്വൽ എബിലിറ്റി ഏത് സൈഡിലാണ് കൂടുതലെന്ന് കണ്ടുപിടിക്കാൻ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം എടുക്കുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ കൃത്യമായ കഴിവുള്ളിടത്ത് എത്തിക്കാൻ കഴിയും.